ഹലോ, അങ്ങനെ നമ്മുടെ ടിങ്ക്ലു ബേബിക്ക് 6 മാസമായിട്ടുണ്ട്. വാവയുടെ ചോറൂണാണ് ഇന്ന്. ഞാൻ എൻ്റെ ബസ് കയറ്റിത്തിരിക്കുകയാണ്. ഞാനെന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്നറിയോ? എന്നെ കണ്ടക്ടർ പറ്റിച്ച് ഗൈസ്. ഞാൻ 100 രൂപ കൊടുത്തിട്ട് അങ്ങേര് 10 രൂപയാണ് തിരിച്ചു തന്നത്. ആകെ 83 രൂപയായിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ 7 രൂപ പോയ വിഷമം മാറ്റാനായിട്ട് ഞാൻ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് ചേച്ചിയും പിന്നെ അമ്മയൊക്കെ നാട്ടിൽ നിന്ന് അവർ കാറിലാണ് വരുന്നത്. അപ്പം ഞാനിവിടെ നിന്ന് ചോറൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് അവരെത്തുന്ന സമയമാവും. അപ്പം നമുക്ക് ഹോട്ടലിൽ ഡയറക്റ്റ് ചെക്ക് ഇൻ ചെയ്യാമല്ലോ. അപ്പം ഇന്ന് അവിടെ ഹോട്ടലിൽ സ്റ്റേ ചെയ്തിട്ട് വൈകിട്ട് ഞങ്ങളൊന്ന് ജസ്റ്റ് ഗുരുവായൂരൊക്കെ കണ്ടിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ചോറൂണ്. ഗുരുവായൂരിൻ്റെ അകത്ത് ഫോണൊന്നും കയറ്റാൻ പറ്റാത്തതുകൊണ്ട് ഒരുപാട് വീഡിയോസും ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അവിടുത്തെ അവർ തന്നെയാണ് നമുക്ക് ഫോട്ടോ എടുത്തിരുന്നത്. 100 രൂപ എന്തോ ആണെന്ന് തോന്നുന്നു. അവർ നല്ല വെളുപ്പിച്ചിട്ടൊക്കെയാണ് അടിപൊളി ഫോട്ടോ എടുത്തത്. അത് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം കൊടുക്കാം. ഞങ്ങളിതാ ഗുരുവായൂരൊന്ന് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. ചേച്ചിയുടെ അമ്മയമ്മയ്ക്ക് ഒരു സാരിയും അങ്ങനെ എന്തൊക്കെയോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പണ്ട് കണ്ട കുറേ നെസ്റ്റ് കാര്യങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ പച്ച സിന്ദൂരം ഇട്ടിട്ട് ഞാൻ ആരും കണ്ടിട്ടില്ല. അത് എന്തിനാ ഉള്ളത് എന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ബില്ലോ. ഇത് കണ്ടോ ഗൈസ്, ഈ വണ്ടിക്ക് എന്താ നീളമല്ലേ? എത്ര പേർക്ക് ഇരിക്കാമോ എന്തോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇത്രയും വലിയൊരു കാർ കാണുന്നത്. പിന്നെ നമ്മളിതാ ഒരു ശശികൊക്കിനെ വാങ്ങിച്ചിട്ടുണ്ട് ടിങ്ക്ലു ബേബിക്ക് വേണ്ടിയിട്ട്. ശശികൊക്ക വെള്ളയാണെങ്കിലും നമുക്ക് കിട്ടിയത് മഞ്ഞ ശശികൊക്കാണ് ഗൈസ്. പിന്നെ ഇതാ ഇവിടെ കുറേ ബട്ടർഫ്ലൈസ് ഉള്ള ഒരു ക്ലിപ്പുണ്ട്. ആദ്യം കാണുമ്പോൾ ഭയങ്കര രസമൊക്കെ തോന്നിയെങ്കിലും അടുത്തോട്ട് വന്നപ്പോഴത്തേക്ക് വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. എന്താണ് ഓർഡർ ചെയ്തത്? നമ്മൾ ഓർഡർ ചെയ്തത് ഫസ്റ്റ് ഞാൻ കഥ പറഞ്ഞിട്ടെ, എൻ്റെ ഹസ്ബൻഡ് ചായ കുടിക്കാന്നൊന്ന് കൊണ്ടുവന്നിട്ട് താഴെ AC ഇല്ലാത്ത താഴെ ഈ ചൂടത്ത് ഇത്രയും ഓർത്തൊന്നുമില്ല, AC ഇല്ലാത്ത താഴത്ത് അവിടുന്ന് ചായ കുടിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ചൂടത്ത് ഫുഡ് കഴിക്കാൻ പറ്റില്ല, അപ്പം എനിക്ക് AC. അപ്പം ഞാൻ പറഞ്ഞു മേലെ AC ഉണ്ട്, മേലെ AC ഉണ്ടെന്ന്. അങ്ങനെ ഞാനിവിടെ വന്നു. പക്ഷെ മമ്മി എത്തിയില്ല. അതുകൊണ്ട് സിദ്ധോട്ട് മമ്മീനെ വിളിക്കാൻ പോയി. ഞാൻ ഓർഡർ ചെയ്തത് നമ്മളെല്ലാവരും 5 മസാല ദോശ, പിന്നെ 2 കോഫി, പിന്നെ ഒരു ചായ, പിന്നെ ഒരു ബ്ലാക്ക് ടീ വിത്തൗട്ട് ഇടാൻ പറ്റൂല. എന്തോ പറഞ്ഞായിരുന്നല്ലോ, ഒരു സ്ലൈസ് പറഞ്ഞ ഇത്രയും സോഫ്റ്റ് സിറ്റിംഗ് ലൈറ്റിംഗും AC എല്ലാം ഉള്ളത് വെച്ചിട്ട് ആൾക്കാര് ഫുള്ള് ക്യൂ നിൽക്കുക താഴെ ആ ചൂട് കിട്ടുന്ന ചായ കുടിക്കാൻ. അതെന്തായിരിക്കുന്നു എക്കണോമിക്കൽ മെത്തേഡ്, പൈസ കുറവാന്ന് വെച്ചിട്ടാണ്. അത് മാത്രം പുറത്ത് ചെന്തില് ഞാൻ മാറ്റി തരുന്നുണ്ട്. ചെന്തില് കോഴിക്കോട് നിന്ന് വന്നിട്ട് ഗുരുവായൂർ ഹലുവ വാങ്ങിക്കുന്നു. ഇത് കണ്ട് ഗൈസ്, ടിങ്ക്ലു ബേബി കൈയൊന്നും യൂസ് ചെയ്യാണ്ട് പാല് കുടിക്കുന്നത്. ഈ ബാം ഉണ്ടല്ലോ, ഇത് തായ്ലാൻഡിലൊരു ഫേമസ് ബാമാണ്. ഇത് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര എഫക്റ്റീവാന്ന് പറയുന്നത്. പക്ഷെ എനിക്കിങ്ങനെയും തോന്നിയില്ല, കുഴപ്പമില്ല. ഇത് പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ നേരത്തെ എണീറ്റ് പോകണമെന്നൊക്കെയാണ് വിചാരിച്ചത്. രാവിലെ 5:30 തൊട്ട് 1 മണി വരെ ചോറൂണുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഇവർ തൊഴുത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. ഇവർ തൊഴുത് വന്നപ്പോഴത്തേക്ക് തന്നെ ഒരുപാട് സമയമായി. നമ്മുടെ ടിങ്ക്ലു ബേബി കണ്ണൊക്കെ എഴുതി നല്ല സുന്ദരനായിട്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ബേബി മുണ്ടൊക്കെ എടുത്ത് ചോറ് കഴിക്കാൻ പോവാണ്. എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ മുന്നേ ഇട്ടിട്ടുള്ള എന്നെ ഒരു ധാവണിയാണ്. പിന്നെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയ ഒരു പൗച്ച് കൂടെ ഉണ്ട്, മറ്റേ അംബാനിയുടെ ഫാമിലിയിൽ അവരൊക്കെ യൂസ് ചെയ്ത പോലത്തെ.
സോ ഗൈസ്, അങ്ങനെ വാവയുടെ ചോറൂണൊക്കെ കഴിഞ്ഞ് വാവ റെസ്റ്റ് എടുക്കുകയാണ്. അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോകണം. ഞാൻ ഹോസ്റ്റലിലേക്കും ബാക്കി അമ്മയും ചേച്ചി വേറെ എവിടെയോ ട്രിപ്പ് പോകാൻ തോന്നുന്നു. എവിടെ വാഗമണ്ണാന്ന് തോന്നുന്നു. വാഗമൺ പോവാണ്. പിന്നെ ഞാൻ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവാണ്. ടിങ്കിളു ബേബീനെ മിസ് ചെയ്യും. സോ എൻ്റെ ഈ ചോറൂണ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ ടാറ്റാ.